നമ്മ ഈ ചെറുപ്പത്തിലേ തൊട്ട് ഈ കടല് ഇതെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഭയങ്കര ക്രൈസ് ഉള്ള കാര്യമാണ്. അങ്ങനെ നമ്മ പോയി നമുക്ക് പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കാണിച്ചു. ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കടൽ മാക്രി ചാനലിന്റെ അഡ്മിൻ ആയിട്ടുള്ള എഡ്വിൻ ചേട്ടന്റെ കാണാനായിട്ടാണ്. ഹായ്. പലരും എൻ്റെ ഈ ചാനലിലൊക്കെ ചോദിക്കുന്ന കാര്യങ്ങളാണ്, നീ കടലിൽ പോണ വീഡിയോ എടുക്കാനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ചോദിക്കാറ്. കടലിൽ നടക്കുന്ന കാര്യങ്ങൾ കാണിക്കുമ്പോൾ ഇങ്ങനെ കമന്റ് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഒരുപാട് ആളുകൾ ഇത് കാണാനൊക്കെ ആയിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടെന്നുള്ളത്. പോയതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഡേഞ്ചറസ് ആയിട്ട് ഞാൻ കന്യാകുമാരിയിൽ വെച്ചൊരു വള്ളത്തിൽ പോയായിരുന്നു. പായവഞ്ചി കെട്ടിയിട്ടുള്ളൊരു വള്ളമുണ്ട്, എഞ്ചിൻ ഉണ്ടാവില്ല അതിന്. വെളുപ്പാങ്കാലത്ത് ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങി വള്ളം ഇങ്ങനെ വന്നപ്പോഴേക്കും ഒരു കടൽ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ അടിച്ചു വന്നപ്പോഴേക്കും വള്ളത്തിന്റെ ഓൾമോസ്റ്റ് മോളിൽ കൂടെയാണ് ആ തെര ഇങ്ങനെ പോയി. കുളിപ്പിച്ചോളൂ ഞങ്ങളെല്ലാവരും. പേടിച്ചുപോയി. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പോ ഞാനൊന്ന് പതറിപ്പോയി. നിങ്ങളുടെ വീഡിയോസ് കാണുന്ന സമയത്ത് ഞാൻ മാത്രമല്ല എല്ലാവർക്കും ഏറ്റവും കൂടുതൽ കൊതി വരുന്നതും അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ബോട്ടിലെ മീൻകറി കാണുമ്പോഴത്തേക്കാ. അത് പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മ ഈ കടലിൽ നിന്ന് ഇപ്പൊ ഫ്രഷ് ആയിട്ട് പിടിക്കണ മീൻ, ആ മീൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. അതെനിക്ക് പറഞ്ഞറിയാനായിട്ട് പറ്റില്ല, എത്രത്തോളം പറഞ്ഞാലും അത് നിങ്ങൾക്ക് മനസ്സിലാവും. അത് അവിടെ വന്നു കഴിഞ്ഞാൽ മാത്രം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. മീൻ കിട്ടാതെ നിൽക്കുന്ന സമയങ്ങൾ ഉണ്ടാവാറുണ്ടോ? എപ്പോഴും നമുക്ക് മീൻ കിട്ടണമെന്നില്ല, നഷ്ടം വരും. കടത്തി കയറണമെന്നുണ്ട്. അതായത് പെട്ടെന്ന് ഇപ്പൊ ഒരു ബോട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അധികം ടൈം ഒന്നും വേണ്ട, പൊട്ടോ വിജയിക്കോ എന്നൊക്കെ അറിയാനായിട്ട്. 2-3 പ്രാവശ്യം കടം കയറി കഴിഞ്ഞാൽ പിന്നെ തീർന്ന് പരിപാടി തീർന്നു. അതേസമയം നമുക്ക് നല്ല രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഭാഗ്യവും കൂടെ അല്ലേ. കടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഭാഗ്യത്തിന്റെ കളിയാണ്. ഓരോ തവണ നമ്മൾ ഈ ലോങ് ആയിട്ട് കടലിൽ പോകുമ്പോഴും നമുക്ക് തിരിച്ചു വരാൻ പറ്റുമെന്ന് 100% ഒരു ഗ്യാരണ്ടി ഇല്ലാണ്ടല്ലേ പോകുന്നത്.